നാടൻ ഫയൽസിലേക്ക് സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആലപ്പുഴ മാരാരിക്കുളത്ത് ഒരു കൊലപാതകം നടന്നു. ഒരു യുവതിയെ കൊലപ്പെടുത്തി. കൊലപാതക കേസുകളും വാർത്തകളും നമുക്ക് പുത്തരിയല്ല. പക്ഷേ ഇത് അത്തരത്തിലുള്ള ഒരു വാർത്തയല്ല. കൊലപാതകികൾ സ്വന്തം അച്ഛനും അമ്മയും. ഭർത്താവുമായി അകന്നു നിന്നിരുന്ന യുവതിയെയാണ്, മകളെയാണ് അച്ഛനും അമ്മയും ചേർന്ന് കൊലപ്പെടുത്തിയത്. മാരാരിക്കുളത്ത് ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ലാബ് ടെക്നീഷ്യനായി ജോലി നോക്കുകയാണ് യുവതി. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് കൊലപാതകം നടന്നത്. അന്ന് തന്നെ പിതാവിനെ അറസ്റ്റ് ചെയ്തിരുന്നു. പിന്നീട് മാതാവിനെയും അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ അമ്മാവനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അമ്മാവനാണ് ഇതിനു വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തു കൊടുത്തത്. പുറത്തറിയിക്കാതിരിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും അമ്മാവനാണ് ചെയ്തത്. അമ്മ കൈകൾ പിറകിലേക്ക് കെട്ടി, അച്ഛൻ കഴുത്ത് ഞെരിച്ചു. ബോധരഹിതയായി വീണ മകളെ അച്ഛൻ തോർത്തുകൊണ്ട് മുറുക്കി കൊന്നു. മരണം സ്ഥിരീകരിച്ചു. പിന്നീട് അവർ അലമുറയിട്ട് കരഞ്ഞു. വിവരം പുറത്തറിയിക്കാതിരിക്കാൻ അതിനു മുമ്പ് അമ്മാവനെ വിളിച്ചു വരുത്തുകയും ചെയ്തിരുന്നു. എന്നിട്ട് വേണ്ട ക്രമീകരണങ്ങൾ നടത്തി. ഭർത്താവുമായി അകന്നു കഴിയുകയായിരുന്ന യുവതി അന്ന് ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ അച്ഛനും അമ്മയും ഇവരുമായി വഴക്കിട്ടു. തുടർന്ന് രാത്രി 8:30 മണിയോടെ സ്വന്തം സ്കൂട്ടർ എടുത്ത് അവർ പുറത്തേക്ക് പോയി. പിന്നീട് യുവതി വന്നത് 10 മണിക്ക് ശേഷമാണ്. അതിനെ ചൊല്ലി വീണ്ടും തർക്കമുണ്ടായി. തർക്കത്തിൽ പിടിവലിയായി. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പിടിവലിയിൽ അച്ഛൻ മകളെ കഴുത്ത് ഞെരിച്ചു. ആ തക്കത്തിന് അമ്മ മകളുടെ കൈകൾ പിറകിലേക്ക് വലിച്ചു കെട്ടി. പിന്നീട് ശ്വാസം മുട്ടി ബോധരഹിതയായി മകൾ വീണു. തോർത്തു മുറുക്കിയാണ് പിന്നെ മരണം സ്ഥിരീകരിച്ചത്. എന്തൊരു ക്രൂരത! എന്നിട്ട് അലമുറയിട്ട് കരഞ്ഞു. ബോധരഹിതയായി അമ്മ അഭിനയിച്ചു. അച്ഛൻ നിലവിളി കേട്ട് എത്തിയ വാർഡ് മെമ്പറോട്, നാട്ടുകാരോട് അച്ഛൻ പറഞ്ഞു ഹാർട്ട് അറ്റാക്കാണ് മരണകാരണമെന്ന്. പോലീസിൽ അറിയിക്കണ്ട എന്ന് പ്രത്യേകം പറയാനും മറന്നില്ല. അതുതന്നെ പിടിവള്ളിയായി. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയക്കാൻ നിർദ്ദേശിച്ചു. അങ്ങനെ പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കി. പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴാണ് സംഭവം അറിയുന്നത്. കഴുത്തിൽ പാടുകളുണ്ടായിരുന്നു. മാത്രമല്ല ശ്വാസം മുട്ടിയാണ് മരിച്ചതെന്നുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അച്ഛന് വിനയായി. ഉടൻ തന്നെ അച്ഛനെ കസ്റ്റഡിയിലെടുത്തു. അച്ഛൻ കുറ്റം സമ്മതിച്ചു. അതോടെ ഈ കൊലപാതകത്തിൻ്റെ ചുരുളുകൾ അഴിഞ്ഞു. ഒപ്പം അമ്മയും ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം മൊഴി നൽകി. അതോടെ അമ്മയെയും പിന്നീട് അമ്മാവനെയും അറസ്റ്റ് ചെയ്തു. എത്ര ക്രൂരമാണ് സ്വന്തം രക്തത്തിൽ പിറന്ന മകളെ ഒരു അച്ഛനും അമ്മയ്ക്കും കൊല്ലാനാവുക! ഒരു എലിയെപ്പോലും കൊല്ലുമ്പോൾ അതിൻ്റെ പിടച്ചിൽ കാണാൻ ശേഷിയുള്ളവരല്ല നമ്മളൊന്നും. പക്ഷേ ചിലരിങ്ങനെയാണ്. ഇത്രമാത്രം ക്രൂരരാണ് മനുഷ്യർ എന്നുള്ളത് നമ്മളെ ചിന്തിപ്പിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും പോലീസ് അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആശ്വാസം. അവർക്ക് ജാമ്യമില്ലാത്ത തടവാണ് നൽകേണ്ടത്. വധശിക്ഷ ഏതായാലും ഇല്ല തന്നെ. അല്ലെങ്കിൽ അവർക്ക് വധശിക്ഷ തന്നെ വിധിക്കേണ്ടിയിരിക്കുന്നു. അവർക്ക് ജാമ്യം കിട്ടാത്ത തടവ് ലഭിക്കട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്.